13 വർഷമായി കല്യാണം നോക്കുന്നത്. ഈ ചെറിയ ഈ ഒരു കാലിൻ്റെ ഇത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം ദുഃഖങ്ങളാണ്. അതെ, മറ്റുള്ളവരുടെ കൂടുതൽ നമ്മൾ പണിയുണ്ട്. അതെ, അത് ചിന്തിക്കുന്നില്ല. മറ്റുള്ളവരെ കൂടുതൽ പണിയെടുക്കുന്നുണ്ട്, കുടുംബം നോക്കുന്നുണ്ട്, എന്നിട്ടോ ഈ കാലിൻ്റെ ഈ ഒരു നിസാര കാര്യം ജനങ്ങളെ തന്നെ ഇതാക്കുക. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ കൊടകര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് അനിൽകുമാറിനെ കാണാനാണ്. അനിലിനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. അനിലിന് 2 കാലിന് ഒരു വണ്ണം കുറവുണ്ട്. മുട്ടിന് താഴോട്ട് വണ്ണം കുറവുണ്ട്. പിന്നെ നമ്മൾ ഈ കഴുത്തുണ്ടല്ലോ, കഴുത്തിനും ചെറിയൊരു ഉയരം കുറവുണ്ട്. അതായത് കഴുത്ത് കുറച്ചിങ്ങനെ താണ രീതിയിലാണ്, കഴുത്തിനിങ്ങനെ ഒരു ഉയരമില്ല എന്നുള്ളതാണ് കേട്ടോ. വേറെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ആൾ നല്ല സ്മാർട്ടാണ്. ഈ പിന്നിൽ കാണുന്ന വീട് ഇവരുടെ വീടാണ്. അപ്പോൾ അനിലിൻ്റെ അധ്വാനമൊക്കെ ഈ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പണിയെടുക്കുന്നതിനും പൈസ ഉണ്ടാക്കുന്നതിനും ഒന്നും ഒരിതുമില്ല. നാടൻ പണിയാണ്. എന്ത് പണിക്കും പോവും, അധ്വാനിക്കും, പൈസ ഉണ്ടാക്കും. അങ്ങനെയുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ. അപ്പോൾ നമുക്കിന്ന് അത് കൂടുതൽ ഡീറ്റെയിൽസ് അവരോട് ചോദിക്കാം. നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം കേട്ടോ. ഓക്കെ, വരുന്നതാണ് അനിൽ. അങ്ങനെ നടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്തൊക്കെയാ വിശേഷമോ? സുഖമല്ലേ? നടക്കുന്നതിന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലേ? കാലെടുത്ത് വെക്കുമ്പോൾ ചെറിയൊരു ഇതുണ്ടോ? കാല് വെക്കുമ്പോൾ എന്തോ സാധാരണ നടക്കുന്ന പോലെ തോന്നും. അതെ, നിങ്ങൾ നല്ല ഉഷാറായിട്ട് പറയട്ടെ. ക്യാമറ കണ്ട് ഉഷാറാകുന്ന വേണ്ട. ആദ്യമായിട്ടാണ് ക്യാമറേൻ്റെ മുമ്പിലൊക്കെ വരുന്നതിൽ. അതിൻ്റെ ഒരു ശൈ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആൾ ഓക്കെയാണ്. ഇതവിടെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് അച്ഛനാണ്, ഇതാണ് അമ്മ. അമ്മേൻ്റെ പേരെന്താ? രാജി. ഇത് അച്ഛനാണ് കേട്ടോ. അച്ഛൻ്റെ പേരെന്താ? ഉണ്ണി. അപ്പോൾ നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ? അനിൽ ബ്രോ, എന്നിട്ട് ഇന്ന് പണിക്ക് പോയില്ല അല്ലേ? ഇന്ന് പണിക്ക് പോയില്ല, ഇന്നത് വരുന്നോണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ നാടൻ പണി എല്ലാം ചെയ്യും അല്ലേ? പിന്നെ ഇവിടെ ഡെയിലി ജോലി ഉണ്ടാകാറുണ്ട്. പിന്നെ എന്ത് പണിയും ചെയ്യും നമ്മൾ, അങ്ങനത്തെ എന്നതൊന്നും ഇല്ല അല്ലേ? അതെ. കാലിന് ശരിക്കും എന്താ ഇങ്ങനെ 2 കാലിന് മുട്ടിന് താഴെ ഈ ഒരു വണ്ണം കുറവ് അല്ലേ? അതെ 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 അതെ. പിന്നെ കഴുത്തിൻ്റെ നീട്ടം കുറവ്. അതെ, ആ ഒരു വിഷയമാണ്. അല്ലാണ്ട് വേറെ യാതൊരു കുഴപ്പവും കാര്യം നടക്കുന്നതിനോ അങ്ങനെയൊന്നും യാതൊരു പ്രശ്നവും ഇല്ല അല്ലേ? അതെ. നടക്കുമ്പോൾ കാല് തറയിൽ തട്ടായി അങ്ങനെ വിഷയമൊന്നും ഇല്ലല്ലോ. നടന്ന് എല്ലായിടത്തിലും പോവുകയും പണി ചെയ്യുകയും, നാടൻ പണി എന്നെല്ലാം പറഞ്ഞാൽ അധ്വാനമുള്ള പണിയാണല്ലോ. അതൊക്കെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. അതെ. നമ്മൾ കുറേ ആയി കല്യാണം നോക്കുന്നത്. പക്ഷേ 13 വർഷമായി കല്യാണം നോക്കുന്നത്. ഈ ചെറിയ ഈ ഒരു കാലിൻ്റെ ഇത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം ദുഃഖങ്ങളാണ്. അതെ, മറ്റുള്ളവരുടെ കൂടുതൽ നമ്മൾ പണിയുണ്ട്. അതെ, അത് ചിന്തിക്കുന്നില്ല. മറ്റുള്ളവരെ കൂടുതൽ പണിയെടുക്കുന്നുണ്ട്, കുടുംബം നോക്കുന്നുണ്ട്, എന്നിട്ടോ ഈ കാലിൻ്റെ ഈ ഒരു നിസാര കാര്യം ജനങ്ങളെ തന്നെ ഇതാക്കുക. ഈ ഒരു കാലിൻ്റെ ഒരു നിസാര കാര്യം പറഞ്ഞിട്ട് കല്യാണ ആലോചന അല്ലേ? അത് നിങ്ങൾ എന്നുള്ളൊരു വ്യക്തിനെ ആളുകൾ കൂടുതൽ നമ്മളിപ്പം നമ്മളടുത്തു നിന്നൊക്കെ നോക്കിയാൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. പക്ഷെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഈ ചെറിയൊരു വിഷയം, അതായത് പുള്ളിക്ക് നടക്കുന്നതിന് പ്രശ്നമില്ല, ജോലി എടുക്കുന്നതിന് പ്രശ്നമില്ല, കുടുംബം നോക്കുന്നതിന് ഒന്നിനൊരു കുഴപ്പമില്ലാത്തൊരു ചെറുപ്പക്കാരൻ ഈ ഒരു ജന്മനായുള്ള ചെറിയൊരു ഇതുകൊണ്ട്, അതും ഇപ്പോൾ നടക്കാൻ തീരെ പറ്റായി ഒന്നല്ലേ, സ്വന്തം കാര്യം എല്ലാം ചെയ്യും, നാടൻ പണിയും ചെയ്യും, എന്നിട്ട് വണ്ടി ഓടിക്കൂ. എന്നിട്ട് അതും വണ്ടി എന്നൊന്നും പറഞ്ഞാൽ പിന്നെ സാധാ ആണ് കേട്ടോ, സൈഡ് വീലുള്ള വണ്ടിയൊന്നുമല്ല, സാധാരണ ആക്റ്റീവയാണ് ഓടിക്കുന്നത്. അപ്പോൾ അത് കാല് ബാലൻസിൻ്റെ പ്രശ്നം ഒന്നും ഇല്ലാത്തൊരു ചെറുപ്പക്കാരെ. എന്നിട്ട് പെൺകുട്ടികൾ മുമ്പോട്ട് വരാൻ മടിക്കുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങൾ എത്ര വരെയാണ് പഠിച്ചത്? പ്ലസ് ടു അല്ലേ? അതിനുശേഷം പിന്നെ നമ്മൾ ജോലിക്ക് ഇറങ്ങിയാണ് അല്ലേ? അത് ജോലിക്ക് ഏറ്റവും മൂത്ത ആളുകളാണ്. ഈ വീടിൻ്റെ ഒക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കി. നിങ്ങളാണ് ഇപ്പോൾ നിങ്ങളെ കല്യാണമൊക്കെ നടത്തിയതല്ലേ? അതിനൊക്കെ വീട് വെച്ചു. നിങ്ങൾ വെച്ച വീടാണ്. അത് ശരി. അപ്പം അത്രയും അധ്വാനിച്ചിട്ടൊരു വീട് വെക്കുക, അതൊക്കെ അത്രയും ബാധ്യതകളൊക്കെ നിറവേറ്റിയൊരു ആളാണ്. എന്താ പറയണ്ടേ? ഒരനിയനും ഒരു പെങ്ങളുമാണുള്ളത്. അവരൊക്കെ കല്യാണം കഴിഞ്ഞ് നല്ല രീതിയിൽ പോകുന്നുണ്ട്.
നിങ്ങൾക്ക് ദൂരം പ്രശ്നമുണ്ടോ? ഏയ് ഒരു പ്രശ്നമില്ല. അതെ, എവിടെയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളായാൽ മതി. അനിയൻ കല്യാണം കഴിച്ചത് നമ്മളെ കുറ്റ്യാടി അല്ലേ, കോഴിക്കോട് കുറ്റ്യാടി എന്നാണ്. അതെ, നിങ്ങൾക്കിപ്പോൾ 37 വയസ്സല്ലേ ആയത്? നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം? 35 വരെ നോക്കാം അല്ലേ? 28 മുതൽ 35 വരെ നോക്കാം. ചെറിയ എന്തെങ്കിലും മൈന്യൂട്ട് വിഷയങ്ങൾ നമുക്ക് പറ്റും ഇങ്ങനെ നടത്തത്തിന്? ചെറിയ കുഴപ്പമില്ല. അതെ, നടക്കാനൊക്കെ വേണം. അതെ അത് തന്നെ, അത് നോർമലായ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആളെയാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത്. കാരണം ഒരു സപ്പോർട്ടായിട്ടുള്ള, പിന്നെ ചെറിയ എന്തെങ്കിലും മൈന്യൂട്ടാണ് നമുക്ക് നോക്കിയിട്ട് ചെയ്യാൻ നിങ്ങൾ വിളിച്ചാൽ മതി. നമ്മൾ ആദ്യ വിവാഹം തന്നെയാണ് നോക്കുന്നത്. ഇനിയിപ്പോൾ ഭർത്താവ് പെട്ടെന്ന് മരിച്ചു പോയതോ അല്ലെങ്കിൽ എന്തോ കാരണം കൊണ്ട് ഡിവോഴ്സ് ആയതോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷേ ആദ്യ പ്രയോറിറ്റി ഫസ്റ്റ് മാരേജ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾ വിളിക്കാതിരിക്കരുത്. ബാധ്യതയൊന്നും ഇല്ലാത്ത സെക്കൻഡ് വിവാഹം നമുക്ക് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എങ്ങനെയുള്ള പെൺകുട്ടീനെയാണ് വേണ്ടേ? ഒരു കുട്ടി, പാവപ്പെട്ട കുട്ടി, വലിയ പഠിപ്പൊന്നും വേണ്ട. അതെ അതെ, കാരണം നമ്മളെ കാര്യങ്ങൾ നമ്മളെ രീതിയിൽ യോജിക്കുന്ന കുട്ടിയായിരിക്കണം. ഇനിയിപ്പോൾ വലിയ പഠിപ്പും കാര്യങ്ങളൊന്നും ഉള്ള കുട്ടിയാണെങ്കിലും നമ്മളുമായിട്ട് യോജിച്ച് പോകുന്ന കുട്ടികളാണെന്നേ പ്രശ്നമില്ല. ചില കുട്ടികളുണ്ടാവുമല്ലോ അങ്ങനെ. അതെ, പഠിപ്പ് പുള്ളി അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളിയുടെ ഒരു +2 ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുമായിട്ട് യോജിച്ച് പോകുന്നതെന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വരട്ടെ. അച്ഛൻ എന്താ ചെയ്യുന്ന? ജോലിക്കുണ്ടോ? മൺപാത്രം നിർമ്മാണം കൂലിപ്പണിയായിരുന്നു. കാഴ്ച കുറഞ്ഞിട്ട് വീട്ടിൽ കാഴ്ച കുറഞ്ഞില്ല. എന്റെ ജാതി കുമ്പാരനാണ്. കുമ്പാരൻ അല്ലേ? കുമ്പാരൻ. അത് മൺപാത്രം പറയുന്ന മൺപാത്ര നിർമ്മാണത്തിന്റെ. അങ്ങനെ ആയാലും ഞാൻ ഏത് ജാതിയുള്ള പെൺകുട്ടിയെ നമുക്ക് അതൊന്നും നോക്കുന്നില്ല, അതൊന്നും വിഷയമല്ല. ഈ പിന്നെ കുമ്പാരന്മാർ എന്നുള്ളത് ഞാൻ ഇത്രയും വീഡിയോ വെച്ചിട്ട് ആദ്യമായിട്ടാണ്. അങ്ങനെ അതിപ്പോ ഇതിപ്പോ ഉണ്ടോ? കോഴിക്കോട് ഭാഗത്തുണ്ട്, എല്ലാ ജില്ലയിലുണ്ട്. അത് ശരി. ഈ മൺപാത്ര നിർമ്മാണത്തിന് പറയുന്നതാണല്ലേ അത്? ശരി. നമ്മൾ അങ്ങനെ അതൊന്നും നോക്കുന്നില്ല കേട്ടോ. നമുക്ക് എന്തുള്ള ഏത് കുട്ടികളാണെങ്കിലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് അല്ലേ? അതെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മുമ്പോട്ട് വരും. ജാതകം അങ്ങനെ നോക്കുന്നില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളായാൽ മതി. അതെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? വേറെ ഒന്നുമില്ല, നമ്മളിപ്പോ ഈ 3 കാര്യം പറഞ്ഞു, ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ദൂരമൊന്നും പ്രശ്നമില്ല. പാവപ്പെട്ട ഫാമിലി ആയാലും ഒക്കെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലേക്ക് നിങ്ങളിത് മാക്സിമം എത്തിക്കുക. എത്രയും പെട്ടെന്ന് വിവാഹം റെഡിയാവണം. അപ്പോൾ അനിൽകുമാറിൻ്റെ ഒരു സങ്കടം തന്നെ, 13 വർഷമായിട്ട് ഒരാൾ കല്യാണം നോക്കിയിട്ട് ഈ ഒരു കാരണം കൊണ്ട് കല്യാണം നടക്കുന്നില്ല എന്ന് പറയുമ്പോഴുള്ള സങ്കടം ഉണ്ടല്ലോ. അനിയൻ്റെ വിവാഹം കഴിഞ്ഞു, പെങ്ങളെ വിവാഹം കഴിഞ്ഞു, എന്നിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കാലിൻ്റെ ഇത് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ്. കാരണം നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ കാലിൽ ഇപ്പം നടക്കാൻ പറ്റാത്ത അങ്ങനെ എന്താ ഇഷ്യൂ ആണെന്നേ ഓക്കെ. പക്ഷെ ഇതങ്ങനെയുള്ള ഒന്നും ഒരു ഇഷ്യൂ അല്ല. എന്നിട്ട് പോലും ഇങ്ങനൊരു ഇത് വരുമ്പോൾ ഭയങ്കര ഒരു സങ്കടം തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ വേഗം വിളിക്കട്ടെ. അത്രയല്ലേ ഉള്ളൂ പറയാനല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, അനിൽകുമാർ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പറയുന്ന കേട്ടപ്പോൾ നമുക്കും ഭയങ്കര ഒരു സങ്കടം. കാരണം എന്താ പറയുക, കല്യാണാലോചനകൾ നടക്കാത്തതിൻ്റെ കാരണം ഈ ചെറിയൊരു വിഷയമാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അല്ലേ? നമ്മൾ മൂപ്പരെ കല്യാണം നടത്തണം. മൂപ്പരൊക്കെ കല്യാണം നടത്തിയിട്ട് അതിൻ്റെ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കാൻ നമുക്കാവണം. അതുകൊണ്ട് നിങ്ങളിത് വെറുതെ ഒഴിവാക്കാണ്ട് അങ്ങനെയുള്ള ആളുകളിലേക്ക് ഇത് എത്തിക്കുക തന്നെ വേണം കേട്ടോ. ഒരാളും കല്യാണം നടക്കാത്തത് കൊണ്ട് അങ്ങനെ വിഷമിച്ചിട്ടൊന്നും നമ്മളെ ഇതിലുണ്ടാവാൻ പാടില്ല അല്ലേ? അതും വേറെന്തേ കാരണങ്ങളാണെങ്കിൽ വിഷയം ഈ കാലിൻ്റെ വണ്ണം കുറവ് എന്നുള്ളൊരു കാരണം കൊണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നിട്ട് റെഡി ആവാമെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ആളുകളിലേക്ക് എത്താത്തത് കൊണ്ടാണ്. പുള്ളീനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരു മനസ്സ്, നമ്മളെ സംരക്ഷിക്കാനുള്ളൊരു കഴിവ്, ഡെയിലി ജോലിക്ക് പോകുന്ന ഒരാൾ, എനിക്ക് സേഫ്റ്റി ആയിട്ട് നിൽക്കാൻ പറ്റിയൊരു വീട്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പെൺകുട്ടികൾ ഇഷ്ടം പോലെ ഇല്ലേ? അവരിലേക്കാണ് നിങ്ങളിത് എത്തിക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ വലിയ ഉയർന്ന ഗവൺമെൻറ് ജോലി, നമുക്ക് വലിയ സെറ്റപ്പ്, വലിയ അങ്ങനെ ഭയങ്കര ഇത് വേണമെന്നുള്ള അവരിത് കണ്ടിട്ടും അവരിലോട് ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു ഡൗൺ ടു എർത്തായിട്ട് നിൽക്കുന്ന ഒരു കുട്ടികളുണ്ടാവുമല്ലോ, എഡ്യൂക്കേഷനൊക്കെ ഉണ്ടെങ്കിലും ഒരു
മൈൻഡിൽ അത് കുഴപ്പമില്ല നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പെൺകുട്ടികളിലേക്ക് എത്തിക്കണം. എല്ലാതരം പെൺകുട്ടികളും എല്ലാതരം ആൾക്കാരൊക്കെ ഉള്ള സൊസൈറ്റിയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവരെ നമ്മളെപ്പോലെ ഒരു സാധാരണ ഒരു ഫാമിലി ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയുള്ള ആൾക്കാരെയും കണക്ട് ചെയ്യാൻ കൊടുക്കുമ്പോഴാണ് നമുക്കിതൊരു വിജയമാണെന്നൊക്കെ പറയാൻ പറ്റുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ നിൽക്കുക. എത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ.